ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? വെൽക്കം രേണു സുധി. ചേട്ടാ ഞാൻ വന്നു കേട്ടോ. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? ആണ്. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഒരുപാട് പ്രഡിഷലിസ്റ്റ് എന്റെ പിക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായപ്പോഴേ. അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. ഓഹോ, അങ്ങനെയാണല്ലേ? അല്ല അല്ല അറിയാം അറിയാം. അറിയാലോ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക, കറക്റ്റ്. അത്രേ ഉള്ളൂ. ഞാൻ ചിരിച്ചു പോയനെ. അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. കണ്ടസ്റ്റന്റ് ആണോ? എന്നറിയില്ല, ഞാൻ എനിക്ക് കാണുന്നില്ല. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ഒന്നല്ലേ കാണാൻ പറ്റും. എന്നാ അവിടെ തന്നെ നിന്നോ, കാണണ്ട. ഓ എന്തൊരു ചളിയാടോ. അല്ല, ആരാത് മനസ്സിലായില്ലല്ലോ. നമ്മൾ ആരാ മനസ്സിലായില്ല. എന്റെ പേര് അനുമോൾ. അനുമോൾ? എന്നെ അറിയില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ടല്ലേ കാണുന്നത്. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? സ്ക്രീനിൽ വേറെ അനുമോളെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഇനി വരുന്ന ആഴ്ച ഉറക്കമില്ലാത്ത ആഴ്ചയായിരിക്കും. കാരണം കുറച്ച് പണികൾ വരാൻ സാധ്യതയുണ്ട്. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ.